എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് കോസ്റ്റൽ ഡയറീസ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ട് വായിച്ചിരിക്കേണ്ട 4 ബുക്കുകളെ കുറിച്ചാണ്. നമുക്കപ്പോ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് സ്റ്റീഫൻ ആർ കോവി എഴുതിയ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്നുള്ളതാണ്. ഈ പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പും മലയാളം പതിപ്പും ലഭ്യമാണ്. അപ്പൊ ഈ പുസ്തകം എന്ന് പറയുന്നത് വായനക്കാരായിട്ടുള്ള ആർക്കും പരിചിതമായിട്ടുള്ള ഒരു പുസ്തകമാണ്. മോട്ടിവേഷണൽ രംഗത്ത് മോട്ടിവേഷണൽ സ്പീച്ചസ് ആയാലും എന്തായാലും കേൾക്കുമ്പോൾ ഈ ഒരു പുസ്തകത്തെ കുറിച്ച് പറയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. മോട്ടിവേഷണൽ രംഗത്ത് വായനക്കാർ വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളിലെ ടോപ്പ് 1 ആയിട്ടുള്ള ലിസ്റ്റിലുള്ളതാണ് 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്നുള്ളത്. ഈ പുസ്തകത്തിന്റെ കവർ പേജിൽ തന്നെ നമ്മുടെ ഇൻ സെർച്ച് ഓഫ് എക്സലൻസ് എന്ന പുസ്തകത്തിന്റെ ഓഥർ ആയിട്ടുള്ള ടോം പീറ്റേഴ്സ് പറയുന്ന ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന അത്ഭുതകരമായ ഒരു പുസ്തകമാണ്. ശരിക്കും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള പുസ്തകമാണ് 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്നുള്ളത്. നമ്മുടെ രണ്ടാമത്തെ പുസ്തകം എന്ന് പറയുന്നത് ഡെയിൽ കാർണഗി എഴുതിയിട്ടുള്ള ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്നുള്ളതാണ്. ഡെയിൽ കാർണഗി അറിയപ്പെടുന്നത് പോസിറ്റീവ് തിങ്കിങ് പുസ്തകങ്ങളുടെ ആചാര്യൻ എന്നാണ്. ലോകം മുഴുവനും കോടിക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞ ഒരു പുസ്തകം കൂടിയാണിത്. ഇത് ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്നുള്ളതിന്റെ മലയാളം പരിഭാഷാ പതിപ്പാണ്. ഈ പുസ്തകത്തിന്റെ പുറകില് ഈ പുസ്തകത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. ജനങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള അടിസ്ഥാന വിദ്യകൾ, നിങ്ങളെ ഇഷ്ടപ്പെടാൻ 6 വഴികൾ, നിങ്ങളുടെ ചിന്താഗതിയിലേക്ക് ജനങ്ങൾ വശീകരിക്കാനുള്ള 12 വഴികൾ, വെറുപ്പോ രസക്കേടോ ഉണ്ടാകാതെ ജനങ്ങളെ മാറ്റാനുള്ള 9 വഴികൾ, അത്ഭുത ഫലങ്ങൾ ഉളവാക്കിയ കത്തുകൾ, കുടുംബജീവിതം സന്തുഷ്ടമാക്കാൻ 7 നിയമങ്ങൾ. നിങ്ങൾ ഈ ഒരു പുസ്തകം മലയാളത്തിൽ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ വെറും 177 പേജുകൾ മാത്രമാണ് ഈ പുസ്തകത്തിലുള്ളത്. സോ മസ്റ്റ് ആയിട്ട് വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം കൂടിയാണിത്. നമ്മുടെ മൂന്നാമത്തെ പുസ്തകം എന്ന് പറയുന്നത് ജോൺ സി മാക്സ്വെൽ എഴുതിയ ഹൗ സക്സസ്ഫുൾ പീപ്പിൾ തിങ്ക് എന്ന പുസ്തകമാണ്. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലെ 40 വർഷത്തില് ഇദ്ദേഹം കണ്ടുമുട്ടിയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ കണ്ടുമുട്ടുകയും അവരെ ഇന്റർവ്യൂ ചെയ്യുകയും അവരുടെ ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത കാര്യങ്ങളും എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത്. ഇദ്ദേഹം പറയുന്നതനുസരിച്ച് ഇദ്ദേഹം ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള പല സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളും അവരുടെ ലൈഫിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത വഴികൾ പലതും പലതായിരുന്നു. പക്ഷെ ഇവരുടെ ഇടയിലുള്ള ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഇവരെല്ലാം ചിന്തിക്കുന്നവരായിരുന്നു എന്നാണ്. അതായത് ഒരു സാധാരണ മനുഷ്യന്റെ ചിന്ത എന്ന് പറയുന്നത് എങ്ങനെയും നാട്ടുകാരുടെ മുന്നിൽ കുറച്ച് പൈസയുള്ളവനായിട്ട് കാണിക്കണം, അതിനുവേണ്ടി എന്ത് ത്യാഗവും അവരുടെ സ്വപ്നം പോലും പകുതിക്ക് വെച്ച് ഉപേക്ഷിക്കാനായിട്ട് ഒരു സാധാരണ മനുഷ്യൻ തയ്യാറായിരിക്കും. എന്നാൽ സമ്പന്നരായിട്ടുള്ള ഒരാളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ദേ തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. അതായത് നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോഴത്തേക്ക് സാധാരണ ആളുകൾ ചെയ്യുന്ന കണക്ക് ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പാളിപ്പോകാം, അല്ലെങ്കിൽ അത് പകുതി വഴിക്ക് പോകാം, അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊരു സക്സസ് ഉണ്ടാക്കാം. പക്ഷെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു വലിയ സക്സസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവർ ചെയ്യുന്നതിൽ നിന്നും മറിച്ച് ചെയ്യണം. സോ ഈ പുസ്തകത്തില് ചിന്തയെ കുറിച്ചും ചിന്തിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന എന്തൊക്കെ മാറ്റങ്ങളാണെന്നുള്ളതിനെ കുറിച്ചും ഒരു സക്സസ്ഫുൾ മാനായിട്ട് മാറുന്നതിന് നമ്മൾ എങ്ങനെയൊക്കെ നല്ല ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതെന്നുള്ളതൊക്കെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത്. നമ്മുടെ നാലാമത്തെ ബുക്ക് എന്ന് പറയുന്നത് റിച്ച് ഡാഡ് പുവർ ഡാഡ് റിട്ടൺ ബൈ റോബർട്ട് ടി കിയോസാക്കി. ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി ഒരു കൂട്ടം ഉപമകളിലൂടെയാണ് ഈ ഒരു പുസ്തകം കൊണ്ടുപോകുന്നത്. ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു ധനികനായ അച്ഛൻ തന്റെ മകന് പറഞ്ഞു കൊടുക്കുന്ന പാഠങ്ങളും ഒരു പാവപ്പെട്ടവനായ അച്ഛൻ തന്റെ മകന് പറഞ്ഞു കൊടുക്കുന്ന പാഠങ്ങളും, ഇവർ രണ്ടുപേരും പറഞ്ഞു കൊടുക്കുന്ന പാഠങ്ങളിലൂടെയാണ് ഈ ഒരു പുസ്തകം പോകുന്നത്. നമ്മുടെ ലൈഫിൽ എങ്ങനെ സമ്പത്ത് കെട്ടിപ്പടുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള കുറെ പാഠങ്ങൾ ഈ ഒരു പുസ്തകത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഈ പുസ്തകത്തില് റോബർട്ട് ടി കിയോസാക്കി ഫൈനാൻഷ്യൽ ലിറ്ററസിയെ 6 വാക്കുകളാക്കി തരംതിരിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിലുടനീളം അവയെ കുറിച്ചുള്ള ഒരു ബ്രീഫ് സമ്മറിയും കൂടെ കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സമ്പന്നനാകാനുള്ള ഒരു മെയിൻ സീക്രട്ട്, അല്ലെങ്കിൽ സമ്പന്നരുടെ ഒരു മെയിൻ സീക്രട്ട് പറഞ്ഞു തരുന്ന ഒരു പുസ്തകം കൂടിയാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ്. സോ ഈ 4 പുസ്തകങ്ങളെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പോയി കാണുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മസ്റ്റ് ആയിട്ടും ഈ ഒരു 4 ബുക്കുകൾ നിങ്ങൾ വായിച്ചിരിക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.